ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും അനുഭവിച്ച ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു മഹാസമ്പന്നനായ മനുഷ്യൻ, അയാളെ നാളെ ഖിയാമത്ത് നാളിൽ അയാളെ ഹാജരാക്കപ്പെടും. മിൻ അഹ്ലിന്നാർ, നരകാവകാശിയായ ഒരാൾ. ഈ ലോകത്തെ അതിസമ്പന്നനാണ്, ഈ ലോകത്തെ മൾട്ടിനാഷണൽ അല്ല ഇന്റർനാഷണൽ മുതലാളിയാണ്. അയാളുടെ മേലെ ഒരു മുതലാളിയും ഇല്ല. അങ്ങനത്തെ ആളെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നരകാവകാശിയാണെങ്കിൽ ഫയുസ്ബഹു ഫിന്നാരി സബഗാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നരകത്തിൽ ഒന്ന് മുക്കിങ്ങ് എടുത്താൽ, നരകത്തിൽ ഇടല്ല, നരകത്തിൽ ഒന്ന് മുക്കിയിട്ടിങ്ങെടുത്തു. ആരെയാണ്? ഈ ലോകത്തെ ഏറ്റവും സൗകര്യത്തിൽ ജീവിച്ചയാൾ, ഏറ്റവും അടിച്ചു പൊളിച്ചയാൾ, വേറെ എല്ലാവരെയും കണ്ടില്ലെന്നതുപോലെ അടക്കി ഭരിച്ച് ജീവിച്ച ഒരാൾ, അയാളെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് നരകത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ, എന്നിട്ടയാളോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്തു ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്. അപ്പോഴയാളോട് ചോദിക്കും, നിനക്കേതെങ്കിലും അനുഗ്രഹങ്ങൾ ഓർമ്മയുണ്ടോ? ഏതെങ്കിലും സുഖങ്ങൾ ഓർമ്മയുണ്ടോ? ഏതെങ്കിലും അനുഗ്രഹങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഉടനെ അയാള് പറയും, ലാ, ഒരു സുഖവും എനിക്ക് ഓർമ്മയില്ല. ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഈ ലോകത്ത് ഏറ്റവും സുഖമനുഭവിച്ച ഒരാൾ നാളെ നരകാവകാശിയായാൽ, ഒരു സെക്കൻഡ് നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ ഇവിടുത്തെ സുഖങ്ങളെല്ലാം മറന്നുപോയി. അത്രയേ ഉള്ളൂ ഈ ലോകത്തെ സുഖങ്ങൾ, അത്രയേ ഉള്ളൂ ഈ ലോകത്തെ സൗകര്യങ്ങൾ. എന്നിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് തുടർന്ന് വായിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയുഅതാ ബി അശദ്ദിന്നാസി ബുഅസൻ ഫിദ്ദുനിയാ മിൻ അഹ്ലിൽ ജന്ന. ഇത് ഏതെങ്കിലും ഒരാളുടെ ലേഖനമല്ല, കേവലം ഒരാളുടെ വീക്ഷണമല്ല, സ്വാദിഖുൽ മസ്തൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയാണ്. കളവ് പറയുമെന്നൊരു ധാരണ പോലുമില്ലാത്ത സത്യത്തിന്റെ നാവിൽ നിന്ന് വന്ന പ്രഖ്യാപനമാണ്. ഈ ലോകത്ത് ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യൻ, വീടില്ല, രോഗമാണ്, എല്ലാ കഷ്ടതകളും അനുഭവിച്ച ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ പരലോകത്ത് അയാളെ ഹാജരാക്കി. എന്നിട്ട് അയാളെ കൊണ്ടുവരികയാണ്. ഫയുസ്ബഹു സബഗതൻ ഫിൽ ജന്ന, സ്വർഗത്തിലൊന്ന് മുക്കിയെടുത്തു. സ്വർഗത്തിൽ ഒരു സെക്കൻഡ് ഒന്ന് മുക്കിയെടുത്തു. എന്നിട്ട് അയാളോട് ചോദിക്കും, യബ്ന ആദം ഹൽ റഅയ്ത ബുഅസൻ ഖത്തു ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു. അല്ലയോ മോനെ, നീ വല്ല പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടോ? നിനക്ക് വല്ല കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അയാളോട് ചോദിച്ചാൽ ആ വിശ്വാസിയായ മനുഷ്യൻ പറയും, വല്ലാഹി മാ മർറ ബി ബുഅസുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു. എനിക്കൊരു പ്രയാസവും ഞാൻ അനുഭവിച്ചിട്ടില്ല. സ്വർഗത്തിലെ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ എല്ലാ കഷ്ടപ്പാടുകളും മറന്നുപോയി. അതാണ് സ്വർഗം. നരകത്തിലെ ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ എല്ലാ ആനന്ദങ്ങളും മറന്നുപോയി. അതാണ് നരകം. ഇത് തിരിച്ചറിഞ്ഞവർ ആരാണ്? അവരാണ് അല്ലാഹുവിനെ അറിഞ്ഞ യഥാർത്ഥ ദാസന്മാർ.
വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ലോകത്തേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ടത് പരലോകമാണ്. അത് തിരിച്ചറിഞ്ഞവരാണ് ആലിമീങ്ങൾ. ഇവിടെ ഏതെല്ലാം ആഡംബരങ്ങളും ജാടകളും ഉണ്ടായപ്പോഴും അവരിളകിയില്ല, അവർ കുലുങ്ങിയില്ല. ചില ഫ്രീക്കന്മാരായ ചെറുപ്പക്കാരൊക്കെ വിചാരിക്കും, എന്തേ ഇവർ ഈ വേഷവും ധരിച്ചു നടക്കുന്നു, ഇവർക്കും ഒന്ന് പാൻസൊക്കെ ഇട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കി അവിടെ ഒന്ന് ബ്യൂട്ടീഷ്യനെ ഒന്ന് കണ്ട് ഒന്ന് റെഡിയായി ചെത്തിപ്പൊളിച്ച് ലെവലായി നടന്നുകൂടെ എന്ന് ചില ഭൗതികന്മാരായ ആളുകൾ ആലോചിക്കും. അവരറിയുന്നില്ല ഇത് 4 ദിവസത്തെ രസമാണ്. ഇവിടെയുള്ള ആനന്ദങ്ങളെല്ലാം 4 ദിവസമാണ്. ഇവിടെയുള്ള ആർഭാടങ്ങളെല്ലാം നൈമിഷികമാണ്. അവരറിയുന്നില്ല ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, അത് അനന്തതയുടെ ലോകമാണ്. പെങ്ങളെ, ആനന്ദങ്ങളുടെ ആറാട്ടുകളുടെ ആനന്ദ നൃത്തങ്ങളുടെ എല്ലാ സൗകുമാര്യതയുടെയും ഈ ലോകം, ഗമയുടെ ഗർവിന്റെ ഗരിമയുടെ അഹങ്കാരങ്ങളുടെ ഹുങ്കാരങ്ങളുടെ ഈ ലോകം നാളെ അവസാനിച്ചു പോകും. നാളെ ഒരു ലോകം തുടങ്ങാനുണ്ട്. എവിടെ പോയി മോളെ വല്യുമ്മ? എവിടെയാണ് അവരുടെ ഉമ്മ? ഈ സദസ്സിൽ എത്ര പേർക്കറിയാം അവരുടെ വാപ്പാന്റെ അഥവാ വല്യപ്പാന്റെ വാപ്പാന്റെ പേരറിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? വല്യപ്പാന്റെ വാപ്പാന്റെ പേരറിയുന്ന എത്ര ആളുണ്ട്? ആരുണ്ടോ? അത് കൈ പൊക്കിയ കുഴപ്പമൊന്നും വരാനില്ല. ഒരാളുണ്ട്. തങ്ങളുട്ടി ഞങ്ങള് അതിന്റെ വാപ്പാന്റെ പേരറിയോ? ഇല്ല. വല്യപ്പാന്റെ വാപ്പാന്റെ പേര് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ പേരക്കുട്ടിന്റെ കുട്ടിക്ക് നമ്മളെ അറിയലുണ്ടാവില്ല. വല്യപ്പാന്റെ വാപ്പാന്റെ പേര് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പേരക്കുട്ടിയുടെ മകന് എന്റെ പേരറിയാൻ സാധ്യതയില്ല. ഞാൻ മറക്കപ്പെട്ടു പോയി, ഞാൻ വിസ്മൃതിയിലാണ്ടുപോയി. എന്തിനാ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടത്? ഈ മകളെയും പേരക്കുട്ടികളെയൊക്കെ നന്നാക്കുക. അതിന്റെ കുട്ടി ഇപ്പൊ സ്വന്തം മക്കൾ തന്നെ മറക്കുന്ന കാല. സ്വന്തം മക്കൾക്ക് പോലും വാപ്പാന്റെ പേരറിയാത്ത കാലം, അല്ലെങ്കിൽ പരിഷ്കാരം കൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റാത്ത കാലം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സാധാരണയിൽ നിങ്ങളൊന്ന് ആലോചിക്ക്. നമ്മൾ എന്തെല്ലാമോ ആണെന്ന് കരുതുന്നു, പക്ഷേ നമ്മുടെ വല്യപ്പാന്റെ വാപ്പാന്റെ പേര് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ പേരക്കുട്ടിയുടെ കുട്ടിക്ക് എന്നെ അറിയാൻ സാധ്യതയില്ലെന്നാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വിലാസം, ഇത്രയേ ഉള്ളൂ നമ്മുടെ പേര്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹുങ്കാരങ്ങൾ. എന്നാൽ നമ്മൾ മാത്രമാകുന്ന ഒരു ലോകത്ത് നിന്ന് ആനന്ദം വേണോ? ആരോരും അറിയേണ്ടതില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയുടെ ഖബർസ്ഥാനിൽ ഈ ലോകത്തിന്റെ ജാടകളോട് ബന്ധപ്പെട്ട് ആനന്ദിച്ച് ആസ്വദിച്ച് നടന്നവരെ നാട്ടുകാര് മറന്നുപോയി, വീട്ടുകാര് മറന്നുപോയി. പക്ഷേ ആ ജീവിതകാലത്ത് അള്ളാനെ അറിഞ്ഞവരെ ഏകാന്തതയിൽ അള്ള നോക്കുന്നുണ്ട്. പോരെങ്കിൽ മദീനയുടെ രാജാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണ്ഡിതന്മാരാരാണ്? അവര് റിയാലിറ്റി അറിഞ്ഞവരാണ്. നിങ്ങളെ ജാട അവർക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ പാൻസ് അവർക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ ഫാൻസ് അവർക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ സ്ലാങ് അവർക്ക് മനസ്സിലായില്ല, നിങ്ങളുടെ സ്റ്റൈൽ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇന്ന ലില്ലാഹി ഇബാദൻ
ഫുതനാ, അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ത്വല്ലഖുദ്ദുനിയാ, അവർ ഈ ലോകത്തോട് മൊഴി ചൊല്ലി. ഈ ലോകത്തെ എല്ലാവരും പ്രണയിച്ചത്, ഈ ലോകത്തെ അവര് മൊഴി ചൊല്ലുകയാണ്. വഖാഫുൽ ഫിതന, ഈ ലോകത്തെ അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നാശമാണെന്നവരറിഞ്ഞു. അവരങ്ങനെ തിരിച്ചറിവുള്ളവരായപ്പോൾ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സാലിഹൽ അഅമാലി ഫിഹാ സുഫുനാ, അലമാലകളെ മറികടക്കാനുള്ള കപ്പലുണ്ടാക്കി. ആ കപ്പല് സൽക്കർമ്മങ്ങളാണ്. പാതിരാവിന്റെ പഴുതിൽ ആലമ്പാടി ഉസ്താദ് ഈ നാട്ടിലെ പള്ളിയുടെ ഉള്ളിൽ ഇവിടെയുള്ള ആയിരങ്ങൾ ഉറങ്ങുമ്പോൾ മുസല്ലയിൽ നെറ്റിയമർത്തിയിട്ട് രാജാതിരാജനായ റബ്ബിനോട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് ചൊല്ലിയതിന് ഈ നാട് സാക്ഷിയാണ്. അവിടുന്നൊരു വെളിച്ചം അഅ്ലാഇല്ലീനിലേക്ക് ഈ നാട്ടുകാര് മുഴുവനും മറന്നാലും, ഇവിടെ ഒരു അനുസ്മരണവും നടന്നില്ലെങ്കിലും, ഇവിടെ ഒരു പരിപാടി വെച്ചില്ലെങ്കിലും, ഇവിടെ ഉണ്ടായിരുന്ന പള്ളിയുടെ തലത്ത് നിന്നൊരു വെളിച്ചം അഅ്ലാഇല്ലീനിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അതവിടുന്ന് സുജൂദിൽ കിടന്ന മുസല്ലയുടെ ഇടമാണ്. അതവിടുന്ന് ഒളുവെടുത്തു പോയ വഴികളുടെ സ്ഥലങ്ങളാണ്. ഇതുപോലെ ഓരോന്നും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വലിയ വലിയ ആലിമുകളാണ്. അവര് പാതിരാവിന്റെ പഴുതിൽ ഉറങ്ങിയതല്ല, അറിവിന്റെ അറകളിലേക്ക് പോയി അറിവിന്റെ ഉറവകളെ കണ്ടെത്തി ലോകത്തിന്റെ ഹൃദയങ്ങളിലേക്ക് നിറച്ചു കൊടുക്കാൻ പരിശ്രമിച്ച അറിവിന്റെ നിറവറകളായിരുന്നു മഹാന്മാരായ ആലിമീങ്ങൾ. അവർ രാത്രിയിൽ കിതാബ് മുത്താലഅ ചെയ്തപ്പോൾ ഉറങ്ങാൻ മറന്നുപോയി. ഇന്നുകൊണ്ട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളിൽ എനിക്കറിയുന്നവര് തന്നെ അവര് ഉറങ്ങാൻ വേണ്ടി കിടക്കാറില്ല. അവര് പാരായണത്തിനിടയിൽ മയങ്ങിപ്പോകാറേ ഉള്ളൂ. അവർക്ക് രാവുകൾ ആനന്ദത്തിന്റെ വിജ്ഞാന രാവുകളാണ്. അവർക്ക് രാവുകൾ ആനന്ദത്തിന്റെ വിജ്ഞാന രാവുകളാണ്. അവര് വിരിപ്പ് വിരിച്ച് സുഗന്ധം പൂശി ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങിക്കിടക്കുകയല്ല. അവര് രാത്രികാലങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ ഉള്ളറകളെ തേടിയിട്ട് പാരായണം ചെയ്ത് ആ പാരായണത്തിനിടയിൽ അല്പമൊന്ന് മയങ്ങിയാലായി. കാരണം എന്താണ്? അവർ രാത്രിയിൽ അല്ലാഹുവിനോട് റസൂലിനോട് അറിവിന്റെ നിറധരികളോട് അവരുടെ ഹൃദയം ചേർത്ത് വച്ചപ്പോൾ അവരാനന്ദത്തിന്റെ ലഹരിയിലാണ്. ആ ലഹരി നമുക്കറിയുന്നില്ല. ഒരു മുത്തഅല്ലിമിന്റെ ഏറ്റവും വലിയ ലഹരി എന്താണ്? ഒരു ഗ്രന്ഥത്തിന്റെ വരികളിൽ നിന്ന് മധുരമുള്ള ആശയങ്ങൾ വരുമ്പോൾ തുള്ളിച്ചാടാൻ ഇങ്ങനെ തോന്നും. ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാൻ. തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്ര ഒറ്റക്കിരുന്ന് വായിക്കുമ്പോൾ ചില മുൻഗാമികളുടെ ജീവിതത്തിന്റെ മധുരമറിയുമ്പോൾ ഒറ്റക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നും. കാരണം നല്ല മധുരമുള്ള ആശയങ്ങളാണ്. അതാ മഹാന്മാരായ മുൻഗാമികൾ ലോകാവസാനം വരെയുള്ള അറിവിന്റെ ഉപാസകന്മാർക്ക് അവലംബമായി എഴുതിവെച്ച ഉസൂലുൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ ജംഉൽ ജവാമിഇലെ 4 വരികൾ വായിച്ച് അതിന്റെ ആശയം ഒന്ന് തെളിഞ്ഞ് മധുരമായി വരുമ്പോൾ അറിയാതെ ഒന്ന് തുള്ളിച്ചാടിപ്പോലെ. അതാണ് അറിവിന്റെ മധുരം, അതാണ് വിജ്ഞാനത്തിന്റെ രസം. ഒന്ന് അനുഭവിക്കണേ മോനെ. എന്തു രസമാണ് ഒരു ഗ്രന്ഥത്തിൽ നിന്നൊരാശയം ലഭിക്കുമ്പോൾ, ഒരു കിതാബിന്റെ ഉള്ളറ തുറന്നു കിട്ടുമ്പോൾ, ഒരായത്തിന്റെ മധുരമുള്ള ഒരു വ്യാഖ്യാനം അറിയുമ്പോൾ, ഒരു ഹദീസിന്റെ വചനം
അതിമനോഹരമായി വായിക്കാൻ കഴിയുമ്പോൾ ഇതുപോലെ ഒരു രസം വേറെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ആലിമീങ്ങളാവണം. ആലിമീങ്ങളാവുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യമറിയുക എന്ന